വെൽക്കം ബാക്ക് ടു ICI ടേസ്റ്റ് ബഡ്സ്. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ലവ്. ഇന്ന് നമ്മളൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പച്ചരി ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അത് മിക്സർ ജാറിലേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സോ കപ്പോ എങ്ങനെയാണോ എടുക്കുന്നത് അത് 1 കപ്പായിരിക്കണം കേട്ടോ, കാരണം അതിൻ്റെ അളവിലായിരിക്കും ബാക്കിയൊക്കെ. ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് അതേ കപ്പിൽ 1 കപ്പ് ഗോതമ്പ് മാവ്, 1 കപ്പ് റവ, അതേ കപ്പിൽ തന്നെ കേട്ടോ എടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം ഇത് യോജിപ്പിച്ച ശേഷം മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഇത്രയും തയ്യാറാക്കണ്ടെങ്കിൽ ഇതിൻ്റെ സെയിം റേഷ്യോ കുറച്ചാൽ മതി, അര കപ്പായിട്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് ശർക്കര ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത്, ഞാൻ ഗ്രേറ്റ് ചെയ്തതാ, അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അത് മതി എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ബോയിൽ ചെയ്യാൻ അനുവദിക്കുക. ബോയിലായി വരുമ്പം ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും പിന്നെ ഗോതമ്പ് പൊടിയും റവയും, ഇത് 3 ആണല്ലോ മിക്സ് ചെയ്ത് വെച്ചത്, ഇത് 3 കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അരി കുതിർത്ത് അരയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മൾ ഈ അരി കുതിർത്ത് അരച്ചെടുക്കുന്നത് തന്നെയാണ്. അപ്പം നമുക്കിത് നന്നായി ഇതിലേക്ക് യോജിപ്പിച്ചെടുത്ത് ഇതൊന്ന് നല്ല കുക്കായി, അതായത് നല്ല കട്ടിയായി വരണം. അതുവരെ നമുക്കിത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അടി ഒട്ടും പിടിക്കാതെ ഹൈ ഫ്ലെയിം ആക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉള്ളതുകൊണ്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു പരുവാവണം, നന്നായി കട്ടിയായി നമുക്ക് ഓഫ് ചെയ്യാം. ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് വലിയൊരു നാരങ്ങ വലിപ്പത്തിലൊരു ബോൾ എടുത്ത് നമുക്ക് ഉരുട്ടിയിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഉരുട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം ഉരുട്ടാൻ പറയുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ, നമ്മൾ പൂരിയൊക്കെ പൊരിക്കാൻ എടുക്കുന്ന അത്ര എണ്ണ ചൂടാക്കാൻ വെക്കണം മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ ബോളാക്കി വെച്ച ശേഷം നമ്മളിത് ഓരോ ബോളെടുത്ത് നമ്മൾ കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തി, ചെറുതായിട്ടൊന്ന് പരത്തി, ഈ ഏകദേശം ഈക്വലായിട്ട്, ഒത്തിരി തിന്നായിട്ടല്ല, ഒരു മീഡിയം സൈസിൽ പരത്തി കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയിട്ട് നമുക്കിത് നല്ല ചൂടെണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് എണ്ണ വെച്ചിരിക്കുന്നത്, ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ നല്ല ചൂടായിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഈ ചൂട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിത് എല്ലാം പൊരിച്ചെടുക്കണേ. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല മുരാന്ന് നല്ല അകം നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇത് കിടു ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ പൊരിച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കാം. കണ്ടോ, ഇതൊന്ന് വീർത്ത് വന്ന് അതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗണായി ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിന്നേക്കുള്ള അടിപൊളി 4 മണി പലഹാരം ഇവിടെ തയ്യാറായി. കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതും ചായയും കൂടെ എൻ്റെ പൊന്നോ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ല കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.